മക്കളെ നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള +2ൻ്റെ ചാപ്റ്റർ 5 ആയ പാഠമാണ്. അപ്പം ഈ പാഠത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് പാഠമാണ്. കാൽക്കുലസ് എന്നുള്ളൊരു ഭാഗത്താണ് ഈ ഒരു പാഠം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾജിബ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ വേറൊരു മാത്സിൻ്റെ ബ്രാഞ്ചാണ് കാൽക്കുലസ്. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലസ് എന്ന് പറയുന്നത് പൊതുവേ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സാമിനൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ളൊരു ഭാഗം കൂടിയാണത്. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മിസ് ഒന്ന് പറയാനുള്ളത്, ഈ കാൽക്കുലസിൽ വരുന്ന ഒരു 5 പാഠം സ്ട്രെച്ച്ഡ് പാഠമാണ്. ഒന്ന് ഈ കണ്ടിന്യൂറ്റി, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പാഠമായ ആപ്ലിക്കേഷൻ, അതിൻ്റെ അടുത്ത ബുക്കിൽ വരുന്ന അതായത് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഡിഫറൻഷ്യബിൾ ഇക്വേഷൻ. ഇത്ര 5 പാഠങ്ങളാണ് നിങ്ങൾക്ക് കാൽക്കുലസ് ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ കണ്ടിന്യൂറ്റി എന്നൊന്ന് ശ്രദ്ധിക്കാം. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫംഗ്ഷൻ ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ ഗ്രാഫിക്കൽ form of that function is a continuous way.